ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ബ്രെഡ് ഓംലെറ്റ്. വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വീടുകളിൽ തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് വീടുകളിൽ തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഇതുപോലുള്ള റെസിപ്പികൾ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഈ ബ്രെഡിൻ്റെ നടുവിലുള്ള വെള്ള ഭാഗത്തിൽ നിന്നും ഇതുപോലെ സ്ക്വയറായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്ത ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ബ്രെഡുകളും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 4ഉം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഞാനിവിടെ 4 ബ്രെഡ് കഷ്ണങ്ങൾ എടുത്തത് കൊണ്ടാണ് 4 മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾ ബ്രെഡ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയും അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. മുട്ട മുഴുവനായും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ച ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതാണ്. അത് 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചുവന്ന ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവുന്ന തക്കാളി, കാബേജ്, ക്യാരറ്റ് എന്നീ വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതായി അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കുവാൻ. എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡ് ഓംലെറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ 2 കഷ്ണങ്ങളാണ് ഞാൻ ഈ ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഒരു തവി കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഈ ബ്രെഡിൻ്റെ നടുവിലേക്കായി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ നടുവിലോട്ട് മുഴുവനായി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്കായി ചീസിൻ്റെ 2 സ്ലൈസ് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡിന് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം ഇതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുക്കുക. ഇതിന് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മറിച്ചിടുക. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ വെച്ച ചെറിയ കഷ്ണം ബ്രെഡ് ചീസിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നതാണ്. ഇത് രണ്ടും തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളെ ചീസൊക്കെ നന്നായി മെൽറ്റായി ബ്രെഡിലേക്ക് അലിഞ്ഞു ചേരുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചീസൊക്കെ നന്നായി മെൽറ്റായി നമ്മൾ മുകളിൽ വെച്ച ബ്രെഡ് കഷ്ണം ഇതിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 പീസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ചീസൊക്കെ നന്നായി മെൽറ്റായി നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോവുമായി വീണ്ടും കാണാം. ബൈ.